ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ ജോണു ബേബിയുടെ 22 വിശേഷം ഞങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇന്ന് വീട്ടിലെല്ലാവരും കേരള തീമിലാണ് ഡ്രസ്സ് ചെയ്തിരുന്നത്. ആദ്യം തന്നെ പ്രെയർ ആയിരുന്നു. ആ പ്രെയർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഞാനാണേ. പ്രെയറിന് ശേഷം 1-2 ഫാമിലി ഫോട്ടോസ് എടുത്ത് ചടങ്ങുകൾ വേഗം സ്റ്റാർട്ട് ചെയ്തു. ഈ ഡെക്കറേഷൻസിൻ്റെ ഒക്കെ എല്ലാ ഐഡിയാസും ഷാനി ചേച്ചിയുടെയും ജേക്കു ചേട്ടൻ്റെ ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് 28 ചടങ്ങ് കൂടുന്നത്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു. ഇത് വലിയ ഫങ്ഷനൊന്നുമല്ല, വളരെ അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുക്കുന്ന ഒരു സിമ്പിൾ പരിപാടിയായിരുന്നു. ജേക്കു ചേട്ടൻ്റെ അപ്പനും അമ്മയാണ് ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നത്. ബാക്കി വന്ന എല്ലാവരും ഹാളിലും റൂമിലൊക്കെ ആയിട്ട് തകൃതിയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ജേക്കു ചേട്ടനാണ് ജോണു ബേബിക്ക് നൂല് കിട്ടുന്നത്. ജോണു ബേബിക്ക് ഇട്ട് കൊടുക്കുന്ന അരഞ്ഞാണവും മാലയും തളയും എല്ലാം പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ആഭരണങ്ങളാണ്. ജേക്കു ചേട്ടൻ ജനിച്ചപ്പോൾ ഇതാണ് ഇട്ടിരുന്നത്. അതുപോലെ തന്നെ ജോജു ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ സെയിം ആഭരണം തന്നെയാണ് ഇട്ടിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ജോണു ബേബി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ സെയിം തന്നെയാണ് ജോണു ബേബിക്കും ഇടുന്നത്. ജോജു ആണെങ്കിൽ ജോണു ബേബിക്ക് കൊന്തമാല ഇടിക്കാനായിട്ട് തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുരിശൊക്കെ വരച്ചിട്ടാണ് ജോജു കൊന്തമാല ഇടിയിക്കുന്നത്. ഇപ്പോൾ തളയിടുന്നത് ജേക്കു ചേട്ടൻ്റെ അപ്പനമ്മയാണ്. അതിനുശേഷം അവർ ഫാമിലി ഫോട്ടോ എടുത്തു. പിന്നെ അവിടെ ഫാമിലി ഫോട്ടോ സെക്ഷനായിരുന്നു. ജേക്കു ചേട്ടൻ്റെ ചേച്ചിയും പിള്ളേരുമാണ് കൂടെ നിൽക്കുന്നത്. പിന്നെയുള്ള ഗ്രൂപ്പ് ഫോട്ടോയിൽ കാണുന്നതാണ് ഷാനി ചേച്ചിയുടെ ഡാഡിയും അമ്മയും. പിന്നെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോ സെക്ഷനായിരുന്നു. ഷാനി ചേച്ചിയുടെ ഡാഡിയും മമ്മിയും ജോണു ബേബിക്ക് അരഞ്ഞാണം കെട്ടി കൊടുക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ അത്രയും നേരം ശാന്തനായിരുന്ന ജോണു ബേബി പിന്നെ കരച്ചിലിൻ്റെ പ്രകടനങ്ങളെല്ലാം കാഴ്ചവെക്കാൻ തുടങ്ങി. പിന്നെ ജോണു ബേബിയുടെ കരച്ചിലൊക്കെ വീണ്ടും മാറ്റി ഫാമിലി ഫോട്ടോ സെക്ഷനിലേക്ക് വീണ്ടും കിടന്നു. ഫോട്ടോയ്ക്ക് വേണ്ടി നിൽക്കുന്ന എല്ലാവരും ജോണു ബേബിക്ക് കയ്യിൽ കരിവളകൾ അണിയിച്ചിരുന്നു. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഫോട്ടോ പരിപാടി എല്ലാം കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കുന്നതിലേക്കായി എല്ലാവരും. കാരണം എല്ലാവർക്കും വിശന്ന് തുടങ്ങി. വിശന്നാൽ ഞങ്ങളല്ലാതാകുമെന്ന് പറഞ്ഞ പോലെ ഇതിനിടയിൽ വീഡിയോസ് എടുക്കാൻ ഞങ്ങൾ വിട്ടുപോയി. നല്ല പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ജോണു ബേബിയുടെ 28 വിശേഷങ്ങൾ. എല്ലാവർക്കും ഞങ്ങൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വിശേഷമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.